അതെ നോക്കിയേ, ഇന്നത്തെ സ്പെഷ്യലാട്ടോ. ഇത് ഭയങ്കര ടേസ്റ്റാണ്. ഒരു വട്ടമെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പം ഇന്നത്തെ സ്പെഷ്യൽ എന്താണെന്നല്ലേ, അപ്പം നമുക്ക് തുടങ്ങിയാലോ? വാട്ടോ. എങ്ങോട്ടാ വാന്നല്ലേ, ഇതാണ്ട് വഴുതന പറിക്കാൻ എൻ്റെ കൂട്ടത്തിൽ ഒരാളും കൂടി വന്നിട്ടുണ്ട് കേട്ടോ. സിംബേനെ കാണുന്നില്ല, എങ്ങോട്ടോ പോയിരിക്കുക. ഈ പ്രാവശ്യം എന്താണെന്നറിയില്ല, വഴുതനയിലൊക്കെ നിറച്ചും ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ഇത് പച്ച നീളത്തിലുള്ള, അല്ലാണ്ട് ഉണ്ട വഴുതനയൊക്കെ നിറച്ചും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ കുറേ ആയതുകൊണ്ട് ഞങ്ങൾ കുറേ പറിച്ച് നമ്മൾ വഴുതന വെച്ചിട്ട് വടുവയൊക്കെ ഉണ്ടാക്കി. അപ്പം വഴുതനയൊക്കെ പറിച്ച് വീട്ടിലെത്തി കേട്ടോ. അപ്പോൾ ഇതാണ്ട് ഒരു പാത്രത്തിൽ ഒരു സ്പൂണോളം ഉപ്പിട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ ഇനി വഴുതന വെച്ചിട്ട് എന്താ പരിപാടി എന്നല്ല പറഞ്ഞു തരാം. വഴുതന ഇതുപോലെ എടുത്തിട്ട് ഇതിൻ്റെ മേലത്തെ തൊലി മാത്രം ചെത്തിക്കളയണം കേട്ടോ. ഇപ്പം തൊലി ചെത്തുന്നത് ഇതുപോലത്തെ ഒരു സാധനം എൻ്റെ കയ്യിലുണ്ട്. സാധാരണ കത്തി വെച്ചിട്ടും ചെയ്താൽ മതി കേട്ടോ. നിങ്ങൾക്ക് ഇതില്ലെങ്കിൽ കത്തി വെച്ചിട്ട് മേലത്തെ വഴുതനേൻ്റെ തൊലി മാത്രമേ കളയണ്ടൂ. സാധാരണ നമ്മൾ കറിയോ ഉപ്പേരിയോ ഒക്കെ വയ്ക്കുമ്പോൾ വഴുതനേൻ്റെ തോല് കളയാറില്ല അല്ലേ, തോല് കളയില്ല. പക്ഷേ ഇത് ഇങ്ങനെ തൊലി കളയണം. തൊലി കളയുമ്പം ഇതിങ്ങനെ ഉണ്ടാക്കും. ഇത് ഞാൻ നല്ല രസത്തിൽ ഇതൊരു പൊരിക്കുകയോ ചെയ്യുന്നത്, പക്ഷെ അപാര ടേസ്റ്റാണ് കേട്ടോ. ഞാൻ വിചാരിച്ചു വഴുതന ആയതുകൊണ്ട് വലിയ ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല. സാധാരണ നമുക്ക് വഴുതന പൊരിച്ചാലൊക്കെ ഉള്ള ഇതുണ്ടാവുമല്ലോ, ടേസ്റ്റ് ഉണ്ടാവും, പക്ഷെ അപാര ടേസ്റ്റ്. പക്ഷേ ഇതുപോലെ ചെയ്തപ്പോൾ അപാര ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് കഴിച്ചിട്ട് ഇതുപോലെ ഉണ്ടാക്കി കഴിച്ചിട്ട് അഭിപ്രായം പറയണേ. അപ്പോൾ ഇതിൻ്റെ തൊലി മൊത്തം പറിച്ചെടുക്കുന്നുണ്ട്. ഇപ്രാവശ്യം എന്താണെന്നറിയില്ല, ഒരുപാട് വഴുതന ചെടി നട്ടായിരുന്നു. എല്ലാത്തിലും നിറച്ചും ഉണ്ടായിട്ട് പലതര കളർ വഴുതനയും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ട് ഇനി നമുക്കിത് കീറി എടുക്കണം. അതായത് ആ തണ്ടെന്ന് വിട്ട് വരാനും പാടില്ല കേട്ടോ. ഇങ്ങനെ ചെറുതായിട്ട് കീറി എടുക്കണം. ആ തണ്ട് തന്നെ അതുപോലെ തന്നെ നിൽക്കുകയും ചെയ്യണം കേട്ടോ. തണ്ട് മുറിച്ച് കളയരുത്, എടുത്ത് പറയാണ്. മേലത്തെ തണ്ട് അതുപോലെ തന്നെ വേണം. പിന്നെ ചിലപ്പം കടയിൽ നിന്ന് മേടിക്കുന്നതിന് ചിലപ്പം തണ്ട് ഉണ്ടാവില്ല. തണ്ടില്ലെങ്കിൽ ബാക്ക് വശത്ത് ചിലപ്പോൾ ഈർക്കണി പോലെ എന്തെങ്കിലും ഒന്ന് കുത്തി കൊടുത്താൽ മതി കേട്ടോ. ഒരിക്കലും ഇത് ഫുള്ളായിട്ട് കീറി കളയുകയും ചെയ്യരുത്. ഇങ്ങനെ കീറി എടുക്കണം. നമ്മൾ പേപ്പറൊക്കെ ഇങ്ങനെ കുഞ്ഞായിട്ട് ഇതാക്കുമ്പോൾ ഒരു പീസ് പുറത്തേക്ക് വരാത്ത രീതിയിൽ കീറി എടുക്കണം. ഇത് ലാസ്റ്റ് ഞാൻ ചെയ്തിട്ട് കാണിച്ചു തരാം ഇത് എങ്ങനെയാണെന്ന് കേട്ടോ. ഇത് കണ്ടില്ലേ ഇതുപോലെ. ഇനി ഇത് കുറച്ചും കൂടി ഒന്ന് കീറി എടുക്കണം കേട്ടോ. ഇത് ഞാൻ കാണിച്ചു തരാം. ആദ്യം ഒരു സൈഡ് കീറി, ഇനി ഇതുപോലെ നേർങ്ങനെ ആക്കിയിട്ട് ഇങ്ങനെ കീറി എടുക്കണം. അത് കണ്ടില്ലേ, വിട്ട് വരും. പക്ഷെ ആ തണ്ടുന്നത് വിട്ടു പോവാനും പാടില്ല. കുറേ ദിവസമായിട്ടോ വീഡിയോ ഒന്നും ഇടാത്ത. ഒന്നാമത് ലോങ് വീഡിയോ ഇടാൻ ഭയങ്കര മടി. ഞാൻ ഇന്നാൾ പറഞ്ഞില്ലേ, ലോങ് വീഡിയോ ഒട്ടും ഓടുന്നില്ല കേട്ടോ, എന്താണെന്നറിയില്ല. അപ്പോൾ ഇതുപോലെ മുറിച്ച ശേഷം ഞാൻ ഉപ്പിട്ടിട്ട് ഒരു പാത്രത്തിൽ വെള്ളം ഒഴിച്ച് വെച്ചില്ലായിരുന്നു, അതിലേക്ക് ഒരു 5 മിനിറ്റോളം ഇട്ട് വെക്കണം കേട്ടോ. 5 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് വഴുതന നന്നായിട്ട് കഴുകിയെടുക്കുക. ഇതുപോലെ തന്നെ ഇതുപോലെ ആട്ടോ മുറിച്ചിരിക്കുന്നത്, കണ്ടില്ലേ, ശരിക്കും ഒരു കൊലകൊലയായിട്ടില്ല. അപ്പോൾ ഇതുപോലെ മുറിച്ചിട്ട് ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അടുത്ത സാധനങ്ങൾ എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. അപ്പം സാധനം എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. സാധനമൊക്കെ ഇത് നമ്മളെ മഞ്ഞൾപ്പൊടി കേട്ടോ. അതുപോലെ തന്നെ ഇത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. ഇത് കോൺഫ്ലവറാണ്. മുളക് പൊടിയാണ്. അതുപോലെ ഇത് കുറച്ച് കുരുമുളകാണ്. ഇത് ചിക്കൻ മസാലയാണ്. ഇത് പാകത്തിനുള്ള ഉപ്പാട്ടോ. എല്ലാം കൂടി ഒരു പ്ലേറ്റിലാക്കിയത് എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. നമുക്ക് ആദ്യം എല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ഈ മീൻ വറുത്തതിനൊക്കെ മിക്സ് ചെയ്തെടുക്കൂല, അതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. എല്ലാം കൂടി ഒന്ന് കുഴച്ചെടുക്കണം. നമ്മൾ മീൻ വറുത്തതിനൊക്കെ മസാല ഇതാക്കുന്ന പോലെ ജസ്റ്റ് ഒന്ന് ഇത് ചെയ്യണം. ഭയങ്കര ടേസ്റ്റായിട്ട് എടുത്തെടുത്ത് പറയും. ഒരു പ്രാവശ്യമെങ്കിലും ഒറ്റ വട്ടമെങ്കിലും ഒന്നിങ്ങനെ ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട്, നമുക്ക് കുറേ വെള്ളം ഒഴിക്കരുത്, കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുഴമ്പ് രൂപത്തിൽ ഒന്ന് ഇതുപോലെ ഇങ്ങനെ കുഴച്ചെടുക്കാം കേട്ടോ. മസാലയൊക്കെ അപ്പോൾ ഞാൻ ആക്കിയിട്ടുണ്ട്. ഇനി ഈ മസാലയ്ക്ക് നമുക്ക് എന്താക്കുക, വഴുതനയിൽ തേച്ച് പിടിപ്പിക്കാം. മസാല തേക്കുമ്പം വഴുതനയിൽ എല്ലാ സൈഡിലും അതിൻ്റെ അകത്ത് ഉള്ളിലേക്കൊക്കെ അത് നമ്മൾ ചെറുതായി കീറി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഉള്ളിലേക്കൊക്കെ നമ്മുടെ മസാല എല്ലാ ഭാഗത്തും പിരിക്കണം കേട്ടോ. ഇതിപ്പോൾ ഞാൻ സ്പൂണും കൊണ്ട്, കൈയും കൊണ്ടായാലും കുഴപ്പമില്ല. പക്ഷെ മസാല എല്ലാ ഭാഗത്തും എത്തുകയും ചെയ്യണം. അതുപോലെ തന്നെ ഇങ്ങനെ മസാല തേച്ച് പിടിപ്പിച്ചിട്ട് ഒരു 10 മിനിറ്റ് നേരമെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ. അതായത് ഒരു 10 മിനിറ്റെങ്കിലും മാറ്റി വെക്കണം. എന്നാൽ മാത്രമാണ് ഈ വഴുതനയിൽ ഈ മസാല പിടിക്കുക. നിങ്ങൾക്ക് ഫ്രിഡ്ജ് ഉണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ പിടിക്കും. ഒരു 10 മിനിറ്റെങ്കിലും മസാല തേച്ചിട്ട് മാറ്റി വെക്കണം കേട്ടോ. എന്നാലേ മസാല ഇതിലൊക്കെ പിടിക്കുകയുള്ളൂ. അതുപോലെ തന്നെ ഇതിൽ പിടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കും ഇങ്ങനെയാകുമ്പം നമ്മൾ ഈ എണ്ണയിലേക്ക് ഇട്ട് പൊരിക്കുമ്പോൾ ഈ മസാല ഇളകി പോകുന്നൊക്കെ. ഇല്ല, 10 മിനിറ്റ് കഴിഞ്ഞിട്ട് പൊരിക്കാനെടുക്കുമ്പോൾ ഇതൊരു രീതിയിലും ഒന്നും ആവില്ല. അപ്പം ഞാൻ എല്ലാത്തിലും മസാല തേച്ച് പിടിപ്പിക്കുക, ഉള്ളിലേക്കൊക്കെ തേച്ച് പിടിപ്പിക്കുകയാണ്. ഞാൻ കുറച്ചേ എടുത്തിട്ടുള്ളൂ കേട്ടോ.
നമുക്ക് ആവശ്യത്തിനുള്ളത് മാത്രം എടുത്താൽ മതി. പക്ഷേ ആദ്യം ഞാൻ ഇതുപോലെ മീൻ പൊരിക്കുന്ന പോലെയൊക്കെ വഴുതന പൊരിച്ചെടുക്കും. പക്ഷെ അതിനൊക്കെ തൊലി വെച്ചിട്ട് തന്നെയായിരുന്നേ. ഇത് തൊലി ഇല്ലാണ്ടാക്കിയപ്പോൾ നല്ല ടേസ്റ്റ് കേട്ടോ. അപ്പോൾ എല്ലാം ഇതാക്കിയിട്ടുണ്ട്. അതിനൊരു 10 മിനിറ്റ് കഴിഞ്ഞ ശേഷം നമുക്ക് എന്താക്കി ഇത് മേലെ എന്താ ഇടുന്നതെന്ന് വെച്ചാൽ കുറച്ച് റവയാട്ടോ, കുറച്ച് മതി. ഒരു 1/2 ടീസ്പൂൺ അല്ല 1/4 ടീസ്പൂണോളം റവ മേലെ ഒന്ന് പാറ്റി കൊടുക്കുന്ന ഒരു കറുമുറുന്ന് കിട്ടാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇതെടുത്ത് ഞാൻ ഫ്രിഡ്ജിലേക്ക് വെക്കുക ഒരു 10 മിനിറ്റ്. ഫ്രിഡ്ജില്ലാത്തവർ പുറത്ത് വെച്ചാലും മതി കേട്ടോ. 2 സൈഡിലേക്കും ഇതുപോലെ റവയൊന്ന് ഇട്ട് കൊടുത്താൽ മതി. നല്ല കറുമുറാന്നുണ്ടാവും കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ എല്ലാത്തിലാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അടുത്ത പരിപാടി എന്താണെന്നല്ലേ, ഞാൻ ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ചിരിക്കുന്നത് വെളിച്ചെണ്ണയാട്ടോ. എന്നിട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കുക കേട്ടോ. 10 മിനിറ്റിന് ശേഷം ആ തണ്ട് മേലത്തേക്ക് വെക്കണേ. ഇടയ്ക്ക് തിരിച്ച് മറിച്ച് ഇട്ട് കൊടുക്കാൻ, അതാണ് ഞാൻ പറഞ്ഞ തണ്ട് അവിടെ തന്നെ വേണമെന്ന് കേട്ടോ. അപ്പം വെളിച്ചെണ്ണ ഉപയോഗിക്കാത്തവർ പാം ഓയിലായാലും മതി. പക്ഷേ വെളിച്ചെണ്ണയിൽ ടേസ്റ്റ് വേറെ തന്നെയാണ് കേട്ടോ. അത് പറയാൻ പറ്റില്ല. ഇപ്പം അധിക പേരും വെളിച്ചെണ്ണയിൽ പൊരിക്കലൊക്കെ കുറവായിരിക്കും. ഞാനും കുറവ് തന്നെയാണ്. കാരണം 300 രൂപേൻ്റെ അടുത്തേക്കായി ലിറ്റർ വെളിച്ചെണ്ണയ്ക്ക്. ഭയങ്കര പൈസ തേങ്ങയ്ക്കും വെളിച്ചെണ്ണയ്ക്കൊക്കെ. അപ്പോൾ ഇത് കണ്ടില്ല, അതിൽ നിന്ന് മസാല ഒന്നും ഇളകി പോകുന്നില്ല കേട്ടോ. അടിപൊളിയായിട്ട് അങ്ങനെ തന്നെ നിൽക്കുന്നുണ്ട്. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക, തിരിച്ചും മറിച്ചും ഇട്ടിട്ട് ഇത് നല്ല രീതിയിൽ പൊരിച്ചെടുക്കണമെന്ന് ചെയ്യണം കേട്ടോ. അപ്പം ഞാൻ ആ തണ്ട് പിടിച്ചിട്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് ഇടുന്നത്. അപ്പം പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക, കൈയൊന്നും പൊള്ളാണ്ട് ശ്രദ്ധിക്കണം. തണ്ടില്ലാത്ത വഴുതനയാണെങ്കിൽ ഒരു കട്ടിയുള്ള കോല അവിടെ വെച്ച് കൊടുത്തിട്ട് തിരിച്ചും മറിച്ചും ഇതാക്കി കൊടുത്താൽ മതി കേട്ടോ. അതായത് കടയിൽ നിന്ന് മേടിക്കുന്ന വഴുതനയിലൊന്നും ചിലപ്പം തണ്ട് ഉണ്ടായി എന്ന് വരില്ല. നമ്മൾ വീട്ടിൽ നിന്ന് ഈ വഴുതനയ്ക്കൊന്നും ഒരു വളവും ചേർക്കാണ്ട് ചെടിയിൽ നിറച്ചും ആവുന്ന കേട്ടോ. ഈ പ്രാവശ്യം എല്ലാം വഴുതന ആയിക്കോട്ടെ, നമ്മളെ ക്യാബേജ് ആയിക്കോട്ടെ, എല്ലാം നിറച്ചും ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ഒരുപാട് ചീരകളും ഇതൊക്കെ ഇന്നാൾ ഞാൻ കാണിച്ചായിരുന്നു. എല്ലാം ആയിട്ടുണ്ട് അടിപൊളിയായിട്ട്. അപ്പോൾ ഇത് കണ്ടില്ലേ, തിരിച്ചും മറിച്ച് ഇടുമ്പോൾ നമ്മൾ ആ തേച്ച് പിടിപ്പിച്ച മസാല ഒരു രീതിയിലും വിട്ടുപോയിട്ടോ അല്ലെങ്കിൽ അതിൽ നിന്ന് ഇതായിട്ടോ ഒന്നുമില്ല. ആ മസാലയോടെ തന്നെ കഴിക്കാം. ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. പിന്നെ അക്കുഡൂസൊക്കെ വീട്ടിൽ തന്നെ ഉള്ളതുകൊണ്ട് നല്ല രസമാണ് കേട്ടോ. ഭയങ്കര രസമാണെന്ന് വെച്ചാൽ. അപ്പോൾ ഇതായിട്ടുണ്ട്. ഇത് ഞാൻ എടുത്ത് മാറ്റിയിട്ട് അടുത്തത് ഇടട്ടെ കേട്ടോ. അക്കുഡൂസ് ഇതിലേ പോട്ട് പറയും ഞാൻ അടുത്തത് ഇട്ടേ, വിശക്കുന്നു എന്ന്. നല്ല രസവും സ്കൂളൊന്നും ഇല്ലാത്തതുകൊണ്ട്. പിന്നെ എന്നാലും എന്താ പറയുക, എവിടെയും പോയൊന്നുമില്ല കേട്ടോ. എവിടെയും പോവൊന്നുമില്ല, വീട്ടിൽ തന്നെയാണ്. അപ്പം ടൂറൊന്നും ഞങ്ങൾ വെക്കേഷനൊന്നും പോവില്ല. പോവാൻ അതിനുള്ള സാമ്പത്തിക സ്ഥിതിയിലൊന്നും അല്ല. എവിടെയും പോവില്ല, വീട്ടിൽ തന്നെ. എന്താ പറയുക, ഉള്ളവർക്ക് എപ്പോഴും ഓണം എന്ന് പറയുന്ന പോലെ ഇല്ലാത്തവർക്ക് അതുപോലെ തന്നെയാണ് കേട്ടോ. കുഴപ്പമൊന്നുമില്ല, ഞങ്ങൾ അടിപൊളിയായിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇതായിട്ടുണ്ട്. എങ്ങനെയാണെന്ന് കാണിക്കണ്ടേ? ഇതാട്ടോ അടിപൊളി ടേസ്റ്റിലിതാ. ഇനി നമുക്കിതെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സോസും കൂട്ടിയിട്ട് കഴിച്ചാൽ അടിപൊളിയായിരിക്കും കേട്ടോ. ഇതിൻ്റെ കുറച്ച് മല്ലിച്ചപ്പ്, എനിക്ക് മല്ലിച്ചപ്പ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതുകൊണ്ട് ഇഷ്ടമില്ലാത്തവർ മല്ലിച്ചേപ്പ് ഇടണ്ട കേട്ടോ മേലെ. പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മല്ലിച്ചേപ്പ്. സോസും കൂട്ടി കഴിക്കാൻ എൻ്റെ പൊന്നും മക്കളെ അപാര ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ കാണണം, അഭിപ്രായം പറയണം കേട്ടോ. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയുള്ളൂ. ഞാൻ എപ്പോഴും അടുത്ത വീഡിയോ എടുക്കാമെന്നൊക്കെ അറിയാം. എന്നാൽ ശരി, നിങ്ങളെ കാര്യങ്ങളൊക്കെ നടക്കട്ടെ. ബായ്.